ഇയാൾ പഠിച്ച കള്ളനാണ്. അനീഷ്. വൈ? പഠിച്ച കള്ളനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ ഒരു റീസൺ എന്തെങ്കിലും വേണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ചെയ്ത കാര്യം ഒരിക്കലും ചെയ്തെന്ന് പറയില്ല. ആള് അതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനാണ് മാനിപ്പുലേഷൻ നോക്കും. പിന്നെ ആള് ഇപ്പം ഒരു ടാസ്കില് ഫുള്ള് കിടന്ന് ഉറങ്ങി. ഈ ഉറങ്ങുന്നത് ഞാൻ കണ്ടതുമാണ്. ഒരു ഡാർക്ക് റൂം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നൈറ്റ് ഫുള്ളും. നിങ്ങൾ അതെ ഇവർക്ക് മനസ്സിലായി. അക്ബറും ബിന്നി, ആര്യൻ, രണ ആൻഡ് ഒനീൽ ഷാനവാസ്, നമ്മുടെ അനീഷ്. അതെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അനീഷ് ഒന്നും വർക്ക് ചെയ്ത് കളിച്ചില്ല അതില്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് അനീഷ് ആവശ്യമില്ലാതെ അതിന്റെ ഒരു സ്പേസ് എടുക്കാനായിട്ട് അനീഷ് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഇത് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാന്നേ, മനസ്സിലായി. നല്ല ഗെയിമറാണ്, നല്ല ടാലന്റ് ഉള്ള ആളാണ്, നല്ല അറിവുകളുള്ള മനുഷ്യനാണ്. പക്ഷെ ചില കാര്യങ്ങൾ പുള്ളി സ്വയം നേടാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. എല്ലാം പാർട്ട് ഓഫ് ഗെയിം അല്ലേ? ഇയാൾ അവിടെയും ഇവിടെയും കൂടും, അല്ലെങ്കിൽ രണ്ട് വെള്ളത്തിലും കാല് വെക്കുന്ന ഒരാളാണ്. ആരെയോ മനസ്സിലുണ്ട് ഫസ്റ്റ് തന്നെ വന്ന ആളുടെ മുഖം. രണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്ന ആൾ എന്ന് ഇപ്പൊ നിലവിലുള്ള ആളാണ്, ഔട്ടായ ആളാണ്. ആരെ വേണമെങ്കിലും ചേട്ടാ, ഈ ഒരു നിങ്ങളുടെ സീസണിലുള്ള ആരെ വേണമെങ്കിലും പറയാം. ബിന്നിയൊക്കെ അങ്ങനെ പറയാം. ബിന്നിയൊക്കെ എല്ലാ സർക്കിളിലും ഉണ്ട്. പിന്നെ അവിടെയും പോയി നിന്ന് ഒരു വിഷയം സംസാരിക്കും, ഇവിടെ നിന്നും ആ വിഷയം സംസാരിക്കും, പിന്നെ അവിടെ നിന്ന് എന്ത് കിട്ടിയാൽ പാർട്ട് ഓഫ് ഗെയിം. ഉള്ള ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ മതി. അതെ, ഈ സീസൺ എല്ലാം എൻഡ് ചെയ്യുമ്പോഴും ഈ കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാണുമോ? എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുമോ? എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും എന്തൊക്കെ വന്നാലും ഇനി അയാളോട് ഒരിക്കലും മിണ്ടില്ല എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ? മസ്താനി മാത്രമേ ഉള്ളൂ, വേറെ ആരോടും. എനിക്ക് അവസാനത്തെ ആ ഒരു ഡാൻസ് അല്ല ആ ഒരു ബഹളം വെച്ച് കൈയടിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഈ ഒരു ദേഷ്യം ഉണ്ടാവുമായിരുന്നോ? അതോ അവിടെ കഴിഞ്ഞെന്ന് വിചാരിച്ചേനെയോ? ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണോ ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ളത്? ഒന്നാമത്തെ ഒരു വൈരാഗ്യം ഇല്ല. ഒരു പേഴ്സണലി എനിക്ക് ഈ ആളോട് പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നുമില്ല. പക്ഷെ എനിക്ക് എന്നോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അതെ, എല്ലാരും ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അഭിലാഷ്, ഒനീൽ, എല്ലാരും നമ്മളെ കുറിച്ച് കുറ്റം പറയും. ഞാനും പറയാറുണ്ട്. ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ ഇത് അവരെ എങ്ങനെ ഔട്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഔട്ടായി ഇറങ്ങിയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ഹാർട്ട് എനിക്ക് ടച്ച് ചെയ്തു. എനിക്ക് ആ സമയത്ത് ഇൻസൾട്ടഡ് ആയ പോലെ ഫീൽ ഇൻസൾട്ടിങ് എനിക്ക് വിഷമമുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ മസ്താനി ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരാളാണ് ഞാൻ. കാര്യം മസ്താനി ബിഗ് ബോസിൽ ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാനും മസ്താനിയും കൂടി ഇതേപോലെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്ത ആളാണ്. അപ്പം എൻ്റെ ലൈഫിലുണ്ടായ കഥകളും എൻ്റെ സ്ട്രഗിളിങ്ങിനെ കുറിച്ചൊക്കെ വളരെ ജെന്യുവനായിട്ട് സംസാരിച്ച ഒരാളാണ്. അപ്പം പറയുന്നത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആളോട് നമുക്കൊരു ബഹുമാനം തോന്നും, അല്ലെങ്കിൽ ഒരു ഇത് തോന്നും. അപ്പൊ അത് വെച്ചിട്ട് അവിടെ വന്നപ്പോൾ മസ്താനി വരുമ്പോൾ മസ്താനി എനിക്ക് വലിയ കാര്യമില്ല. സിനിമയെന്ന് പറയുന്ന ഒരാളും കൂടി സിനിമയിലെ പ്രൊമോഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നാളെ നിങ്ങൾ വന്നാലും നമുക്ക് തോന്നൂലേ പരിചയമുള്ള ആളാണല്ലോ ഈശ്വര, നമുക്ക് അടുത്ത് അറിയാന്നുള്ള ആളല്ലേ എന്ന് തോന്നി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ഫ്രണ്ടൊന്നും അല്ല, നമ്മൾ എപ്പോഴും കാണുന്ന മുഖങ്ങളല്ല, എപ്പോഴും ഇല്ല. അറിയാലോ പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇതുണ്ടായിരുന്നു. പക്ഷെ വന്ന് ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു ക്യാരക്ടർ ശരിയല്ല, എനിക്കത് ഇഷ്ടമായില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആളെ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാൻ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പില് ചില വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്തുമല്ലോ, ആ കൂട്ടത്തിൽ ഉണ്ടാവാം. അതവിടെ കഴിഞ്ഞു. നമുക്ക് ദ്രോഹിക്കാനും പോണ്ട, സ്നേഹിക്കാനും ഒന്നിനും പോണ്ട, എന്റെ വഴിക്ക് വരണ്ട, എങ്ങോട്ടോ എന്താ എനിക്ക് കേൾക്കണ്ട. ചാച്ചന്റെ ബിൻസി കൊച്ച് വിളിച്ചായിരുന്നു? വിളിച്ചു. നിങ്ങളുടെ വ്ലോഗ് ഒക്കെ കാണാറുണ്ട്. വിളിച്ചു, പാവം സംസാരിച്ചു. ആള് വീണ്ടും FM-ലൊക്കെ കയറി ഷോകളൊക്കെ എടുത്തു തുടങ്ങി, ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചു. രശ്മിയെ വിളിച്ചു, രശ്മിയായിട്ട് കണ്ടു, നേരിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഹാപ്പിയാണ് ആള്. അതെ, ഇപ്പം ആ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറെ ടോപ്പിക്സ് ഒക്കെ വന്നു. അപ്പോൾ ഈ പറയുന്ന അനുമോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വിട്ടൊരു, നേരത്തെ പറഞ്ഞ പോലെ
വെറുതെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കി വിട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അന്നത് ലൈവിലും എപ്പിസോഡിലും ഒന്നും ഇത്രമാത്രം കണ്ടില്ല. എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതും ഒരു PR ടീമിന്റെ എന്താ പറയാ, ആയിക്കൂടാന്നില്ല. ഒരാളെ ഇങ്ങനെ അവര് തന്നെ ഒരു 10 എടുത്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വരുമല്ലോ. ആയിക്കൂടാതില്ല. ഞാൻ പറയട്ടെ, ഞാൻ തിയേറ്ററൊക്കെ ചെയ്ത് നമ്മൾ നാടകത്തിൽ നിന്നൊക്കെ സിനിമയിലൊക്കെ എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ അങ്ങനെ ഒരു ആണ് പെണ്ണ് എന്നുള്ളൊരു സ്വഭാവം അങ്ങനത്തെ പരിപാടി ഇല്ല. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവരെയും നമ്മൾ അവിടെ കുറച്ച് നാൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ അവരെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇടപെടുകയും, ഒരുപക്ഷെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മസ്താനി ഞാനുമായിട്ട് ഇങ്ങനെ ഇഷ്യൂ പോലും ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ മസ്താനി എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിച്ചേക്കാമായിരുന്നു. ഇപ്പൊ കൂടി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. കാര്യം ഇപ്പൊ മസ്താനിയുടെ ഉള്ളിൽ ചിലപ്പോൾ വിഷമം ഉണ്ടായേക്കാം എന്നെ അങ്ങനെ പറഞ്ഞതിൽ. എനിക്ക് ആളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എനിക്കതൊരു വിഷമം, സങ്കടം മാത്രം, വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് അവരുമായിട്ട് ഇനിയൊരു മുമ്പിലോട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു യാത്രയിൽ അവരെനിക്ക് താല്പര്യമില്ല. ഈ പറയുന്ന ഇങ്ങനെ ഓൾറെഡി ഹസ്ബൻഡ് ബിഗ് ബോസിലാണ്, ചേച്ചി ആ സമയത്ത് പ്രഗ്നന്റ് ആണ്. ചേച്ചിക്ക് അറിയാം ചേട്ടൻ എങ്ങനെയാണെന്ന്, ബട്ട് സ്റ്റിൽ വിഷമം ഉണ്ടായിരുന്നു. ആളെങ്ങനെയായിരുന്നു ആ സമയത്ത്? ആ വിഷമം എന്തെങ്കിലും ഒന്നുമില്ലായിരുന്നു. ഫുള്ളി ഹാപ്പി ആയിട്ട് അവർക്ക് ഞാൻ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ഔട്ടായതിലൊരു വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ വിഷമവും ഇല്ല, അവർക്ക് ഹാപ്പി ആയിരുന്നു. ചേട്ടൻ അതിനകത്ത് വെച്ചിട്ട് ചില സമയങ്ങളിലൊക്കെ എന്റെ വൈഫ് ഞാൻ അത് ഈ വിഷയമൊക്കെ വന്നപ്പോഴാണ്, അതായത് നമ്മള് ഇവര് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പടച്ചു വിടുമ്പോ നമുക്ക് ചെറിയ ടെൻഷൻ പേടിയുണ്ടായിരുന്നോ ചേച്ചിക്ക്? വിഷമാവോ? വിഷമൊന്നും അല്ല, അവള് ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. വിഷമം ഉണ്ടാവുമല്ലോ, കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും കൂടി ഇരിക്കുമ്പോ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ ഫാമിലി ഒക്കെ അവർക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾക്ക് പോണത്. പുറത്ത് വരുമ്പോ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മുഖമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് കാണാനായിട്ട്. ഒനിയിലായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വെളിയിൽ ഇറങ്ങിയിട്ട് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പാനി അപ്പു ആണെന്നോ അങ്ങനെ എന്തോ. എന്താണ് നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് തന്നെ? ആ മേഖല മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നാണ് ഒരു സ്വയമുള്ളൊരിതുണ്ടല്ലോ. പക്ഷെ ആളൊരു പാവമാണ്. ആളൊരു പാവമാണ്. പുള്ളി നമ്മളെല്ലായ്പ്പോഴേ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, നമ്മളാണ് എല്ലാത്തിനും വലുതെന്ന് തോന്നാൻ പാടില്ലെന്നാണ്. എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി കൊടുക്കണമെന്ന് ഒരിതുണ്ട്. അപ്പം ഒനിയിൽ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഒനിയിൽ അതിൻ്റെ അകത്ത് എനിക്കൊരു സംഭവമായിരുന്നില്ല. ഷോ നടക്കുന്ന സമയത്തും ബിഗ് ബോസിൻ്റെ ഉള്ളിലും ഒനിയിൽ എനിക്ക് അങ്ങനെ വലിയൊരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അപ്പൊ ആ അവസാന നിമിഷമൊക്കെയാണ് ക്യാപ്റ്റൻ ആയത്. എന്തോ ഒരു ഫ്ലൈറ്റ് ഒക്കെ അടിപൊളി ഫുഡ് ഉണ്ടാക്കും, അടിപൊളിയായിട്ട് ഉണ്ടാക്കും അല്ലേ? ഫുഡ് ഉണ്ടാക്കാൻ മിടുക്കനാണ് അവൻ. കുക്ക് ചെയ്യാൻ ഉണ്ടാക്കിയ ഫുഡ് ഒരുപാട് ഞാൻ നല്ല കഴിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അത് ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും അല്ല, ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ പറഞ്ഞത്. ഈ എന്തോ പറഞ്ഞല്ലോ അക്ബറൊക്കെ എങ്ങനെയാണെന്ന്, അതൊക്കെ അവന്റെ തമാശ ഫൺ. അതേ ഉള്ളു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോക്കണ്ട, അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സീസൺ 7 എങ്ങനെയായിരുന്നു? ഒരു സക്സസ്ഫുൾ സീസൺ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും അങ്ങനെ പറയാൻ പറ്റും. കുറേ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ തമാശകൾ ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരുപാട് കണ്ടന്റുകൾ വെളിയിൽ പോയിട്ടുണ്ട്. വലിയ ചർച്ചയിലേക്ക് വരെ പല വിഷയങ്ങളും പോയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ അടിപൊളി, എല്ലാ വർഷത്തെക്കാട്ടി നല്ല ഷോയാണ്, നല്ലൊരു സീസൺ ആയിരിക്കും. അങ്ങനെ തീരട്ടെ. അതെ.